ഹായ്, ഇന്ന് നമുക്ക് CUET-യുടെ ഇതുവരെയുള്ള ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന റേഷ്യോ എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് സം ഓഫ് 3 നമ്പർ 136 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ 2:3, സെക്കൻഡ് ആൻഡ് തേർഡ് തമ്മിലുള്ള റേഷ്യോ 5:3 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്പർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എൻ്റെ നമ്പേഴ്സ് ABC എന്നുള്ള 3 നമ്പേഴ്സ് ആണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത് A:B എന്നുള്ളത് 2:3 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ B:C എന്നുള്ളത് 5:3 എന്നും തന്നിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് A:B:C ആണ് കാണാൻ പോകുന്നത്. സോ ഞാൻ തന്നിരിക്കുന്ന A:B 2:3 എന്ന് എഴുതി, അതുപോലെ B:C 5:3 എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള പോർഷൻ, ഈ B കഴിഞ്ഞിട്ട് ഇതിൻ്റെ Cയുടെ നേരെ ഫില്ല് ചെയ്യാൻ ഈ 3 തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അതുപോലെ ഇവിടെ നമുക്ക് 5 തന്നെ എഴുതുക. എന്നിട്ട് നേരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതായത് 2 × 5 10, 3 × 5 15, 3 × 3 9. സോ നമുക്ക് A:B:C എന്നുള്ളത് 10:15:9 എന്ന് കിട്ടും. സോ നമുക്ക് ഈ 3 നമ്പേഴ്സും തമ്മിലുള്ള റേഷ്യോ അറിയാമെങ്കിൽ സം എന്നുള്ളത് 136 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എയുടെ പാർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 10+15+9 ചെയ്താൽ നമുക്ക് 34 കിട്ടും. സോ എയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ 10/34 ഓഫ് ടോട്ടൽ ഇവിടെ തന്നിരിക്കുന്നത് 136. സോ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇത് 4 ടൈംസ് ആണ് വരുന്നത്. സോ എയുടെ പാർട്ട് വരുന്നത് 4 × 10 40, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഇവിടെ നമുക്ക് 2/3 ഓഫ് A = 75% ഓഫ് B = 0.6C എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. സോ 2/3A 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. സോ 3/4B വിച്ച് ഇസ് ഈക്വൽ ടു 6/10 ആണ്. അതിനെനിക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/5 എന്ന് എഴുതാം. സോ 3/5C എന്ന് എഴുതാം. നമ്മൾ A:C:B ആണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് എക്ക് കറസ്പോണ്ടിങ് എഴുതാൻ എയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ 3/2 സിയുടെ കറസ്പോണ്ടിങ് 5/3 4/3 വരും. ഇത് നമുക്ക് ഫ്രാക്ഷനിലാണുള്ളത്. ഇനി ഫ്രാക്ഷൻ റിമൂവ് ചെയ്യാൻ ഡിനോമിനേറ്ററിൻ്റെ LCM കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് വന്നിരിക്കുന്നത് 2ഉം 3ഉം ആണ്. സോ 6 കൊണ്ട് എല്ലാ നമ്പറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 6 കൊണ്ട് 3/2നെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 3/2 6 × 5/3 6 × 4/3. സോ ഇത് നമുക്ക് വരുന്നത് 9:10:8. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു സർട്ടൻ വെയിറ്റിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ ടോട്ടൽ വെയിറ്റ് X ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് A എന്നും സെക്കൻഡ് പാർട്ടിനെ X - A എന്നും എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ 5 times the first part added to 11 times the second part make the 7 times the whole weight എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5 times ഫസ്റ്റ് പാർട്ട് 5 times A plus 11 times X - A equal to 7 times whole weight. ഇതാണ് നമുക്കുള്ള റിലേഷൻ. ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 5A plus 11X minus 11A equal to 7X. സോ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നത് 11X minus 7X which is equal to 4X. സോ 4X equal to 6A എന്ന് വരും. ഓർ X equal to 3/2A എന്ന് വരും. കാണേണ്ടത് റേഷ്യോ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമാണ്. ഫസ്റ്റ് പാർട്ട് A ആണ്. സോ A is to സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ X - A. X is 3/2A. സോ X - A എന്ന് പറയുമ്പം 3/2A minus A ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ പോലെ ചെയ്യണം. സോ 3A minus 2A/2 ഓർ A/2 എന്ന് വരും. സോ നമുക്കിവിടെ A/2 ഇതാണ് നമ്മുടെ റേഷ്യോ. അതായത് 1:1/2 ആണ് വന്നിരിക്കുന്നത്. സോ റേഷ്യോ നമുക്ക് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2:1 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ റിലേഷനിൽ നിന്ന് A:B ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് തന്നിരിക്കുന്നത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ കൊണ്ട് ന്യൂമറേറ്ററിൽ 41 × ന്യൂമറേറ്റർ ചെയ്യാം. സോ 41 times 2A² minus 3B² equal to 2 times A² plus B². നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 82A² minus 123B² equal to 2A² plus 2B². നമ്മൾ A² എല്ലാം ഒരു സൈഡിലാക്കുക. സോ 82 - 2 80A² equal to 125
ബി സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എഴുതാം. സോ എ സ്ക്വയർ ബൈ ബി കഴിഞ്ഞാൽ 125/80 എന്ന് വരും. ഇവിടെ നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സോ ഇത് 16 ആവും, ഇത് 25 ആവും. സോ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നുള്ളത് നമുക്ക് 25/16 ആണ് കിട്ടിയത്. നമുക്ക് കാണേണ്ടത് എ ബൈ ബി തന്നെയാണ് A:B. സോ അത് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 5/4 ആണ്. സോ എ ബൈ ബി ഈക്വൽ ടു 5/4 മീൻസ് A:B ഈസ് 5:4. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഈ തന്നിരിക്കുന്ന റിലേഷനിൽ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 64 വരുന്നത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ട് പ്രൊപ്പോർഷണൽ കേസാണ്. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് മീൻസ് മിഡിൽ ടേം ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം, അതായത് എൻഡിലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് 64 പ്രോഡക്റ്റ് വരണം, എൻഡിലെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മിഡിലിന്റെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ XY വരണം. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 32 × 2 64 ആണ്, എക്സ് ഇൻറ്റു വൈ നമുക്ക് XY ആണ്. സോ തന്നിരിക്കുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡി ആണ്. 32:x = y:2. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പോണന്റിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 5/8 × 14 5/14 എന്ന് പറഞ്ഞാൽ 5/14 നമുക്ക് അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. സോ ഇത് 5/8 × 5 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് രണ്ട് ടേമിലും 5/5 കോമൺ ആണ്. സോ രണ്ട് സൈഡും നമുക്ക് 5/5 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 5/8 എന്ന് 5/5 പോയാൽ 5/3 എന്ന് വരും. 5³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ്. സോ 125:1. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു കമ്പനി റെഡ് ഗ്രീൻ ബ്ലൂ ബക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഷ്യോ 2:7:4 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 7,774 ആണെന്നും പറഞ്ഞു. ഒരു വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 7,774 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എത്ര ഗ്രീൻ ബക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ 2 + 7 + 4 എന്ന് പറഞ്ഞാൽ 13 ആണ്. സോ ഗ്രീനിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 7/13 ഓഫ് ടോട്ടൽ ആണ്. ടോട്ടൽ 774 ആണ്. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 598 ആണ്. സോ ഗ്രീൻ ബാക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 598 × 7 ആണ്. സോ 7 × 598 എന്ന് പറഞ്ഞാൽ 4186 ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ഒരു മിക്സ്ചറിനകത്ത് ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 4:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് 4x എന്നും വാട്ടർ കണ്ടന്റ് 3x എന്നും എഴുതാം. ഇതിനകത്തേക്ക് 5 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തു. സോ ഇപ്പോൾ വാട്ടർ കണ്ടന്റ് എത്രയായി? 3x + 5 ലിറ്റർ ആയി. ഇത് പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണെന്ന് പറഞ്ഞു. സോ നമുക്കിപ്പോൾ ഉള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4x = 3x + 5 ആണ്. ഇത് ഏതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4:5. സോ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി റൂൾ അറിയാം. പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം. സോ 4x × 5 20x = 4 × 3x + 5. സോ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 12x + 20 ആണ് വരുന്നത്. സോ ഈ 12x നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ 20x - 12x 8x = 20 എന്ന് വരും. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൽക്കഹോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 4x ആണ്. സോ 8x നമുക്ക് 20 ആണ്. സോ 4x എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും, 20/2 which is equal to 10 എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.